സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നേ നിന്നനന്ത നന്മകൾക്കു നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നേ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നേ നിന്നനന്ത നന്മകൾക്കു നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നേ. തൂക്കുകൈക്കുരുന്നുമായി കാക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീക്കി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പാപലേശമേശിലാതെ പാദമാശ്രയിച്ചിടുന്നിവർ പാവന പ്രകാശധാരയിൽ ലീനരായി നേടമെന്തുവേ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങേ നിന്നനന്ത നന്മകൾക്കു നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. നിന്റെ ആഗ്രഹത്തിനൊത്തപോ പ്രവർത്തികൾ സമസ്തവും നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാൻ തരുവനും. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നേ നിന്നനന്ത നന്മകൾക്കു നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നേ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നേ നിന്നനന്ത നന്മകൾക്കു നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നേ. ചുവടുകളെ ഞായറാഴ്ച വിശുദ്ധ ബലി അർപ്പിക്കുവാനായി നാം ഒരുമിക്കുമ്പോൾ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മതേതരത്വം സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ജസ്റ്റിസ് സൺഡേ ആയിട്ട് ആചരിക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ദളിത് ക്രൈസ്തവര് പല വിധത്തിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ നൊമ്പരങ്ങളുണ്ട്. ദൈവാഗ്രഹിക്കുന്ന നീതിയുടെ സാമ്രാജ്യം സകലയിടത്തും സാധ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കൊറോണ വൈറസ് വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ രോഗികളായി കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരു സഹോദരൻ 44ാമത്തെ ദിവസമായി പോസിറ്റീവ് ആകാത്തതിന് വലിയ വിങ്ങലിൽ പ്രാർത്ഥന സഹായം തേടുന്നുണ്ട്. സഹോദര വൈദികന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. സൗഖ്യത്തിലേക്ക് വരുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. രോഗി പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ആരോഗ്യ പ്രവർത്തകരും ശുശ്രൂഷകരും പലരും രോഗികളായിത്തീരുന്നു. നമ്മുടെ അമല ഹോസ്പിറ്റലിലെ വേദനിപ്പിക്കുന്ന വാർത്ത നമ്മൾ കേട്ട് ഒരു ആരോഗ്യ പ്രവർത്തകരെ 19 പേർക്കാണ് കഴിഞ്ഞ ദിവസം രോഗം അറിയാനിടയായത്. അതിൻ്റെ ഫലമായിട്ട് രോഗികളെയൊക്കെ പറഞ്ഞ് വീടുകളിലേക്ക് വിടേണ്ടി വന്നു. ക്വാറന്റൈനിലായി ചികിത്സിക്കുന്ന ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ അതിൻ്റെ ഫലമായി വീണ്ടും രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും ആശുപത്രിയിലുണ്ടായിരുന്നവരൊക്കെ ക്വാറന്റൈനിലായപ്പോൾ ക്യാൻസർ രോഗികളായിട്ടുള്ള സഹോദരങ്ങൾ വളരെ അധികമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിസ്സഹായതയിൽ നിലവിളിക്കുന്ന ഏറെ പേരുണ്ട്. നമുക്ക് അവരെല്ലാവരുടെയും ആ നിസ്സഹായതയും നിലവിളികളും എല്ലാം ഈ വിശുദ്ധ ബലിയിൽ ചേർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കാം. കുടുംബത്തിലെ വിങ്ങുന്ന പ്രശ്നങ്ങളിൽ വിഷമിക്കുന്നവരാണ് കർത്താവിന് മുമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ തേങ്ങലുകളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കുടുംബ പ്രശ്നങ്ങളിൽ കർത്താവിൻ്റെ ഇടപെടലുകൾ അതിനനുസൃതമായി കർത്താവിനോട് പ്രത്യുദ്ധരിച്ച് കാര്യങ്ങൾ തിരുത്തി സ്വീകരിക്കേണ്ട നിലപാടുകൾ ദൈവഹിത പ്രകാരം സ്വീകരിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ ശൈലികൾ രൂപപ്പെടാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ മറ്റെല്ലാ നിയോഗങ്ങളെയും കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം. നമുക്ക് കിട്ടുന്ന സംരക്ഷണത്തിനും
പരിപാലനയ്ക്കും നന്ദി പറയാം. മാരകമായ ബലത്തിൽ നിന്നും കർത്താവ് കാത്തുകൊള്ളുന്നതിന് അവിടത്തേക്ക് നന്ദി അർപ്പിക്കുവാനും ഈ വിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ കൂപ്പുകരങ്ങളുടെ ആയിരിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൽവാകേണീടാം അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും ഭക്തനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും ഭക്തനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും ഭക്തനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്നേഹന്മാരുടെ ഓർമ്മ ആചരിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ഭാവികളായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവെന്നും എന്റെ ഇടയൻ കുറവില്ലൊന്നും എനിക്കിവിടെ. കർത്താവെന്നും എന്റെ ഇടയൻ കുറവില്ലൊന്നും എനിക്കിവിടെ. അവന്റെ ഭവനത്തിൽ ഞാനെന്നു വാഴും, അവനോടൊത്തു വസിച്ചിടും. അവന്റെ ഭവനത്തിൽ ഞാനെന്നു വാഴും, അവനോടൊത്തു വസിച്ചിടും. സമൃദ്ധമായ പുൽത്തകിരികളിൽ നാഥനെന്നെ മേയ്ക്കും. സമൃദ്ധമായ
തകിടികളിൽ നാഥനെന്നെ മേയ്ക്കും. നിത്യനിർമ്മലനീരുറവയിങ്കൽ അവിടുന്നെന്നെ ആലയിക്കും. നിത്യനിർമ്മലനീരുറവയിങ്കൽ അവിടുന്നെന്നെ ആലയിക്കും. അവിടുന്നെന്നെ ആലയിക്കും. കർത്താവെന്നും എന്റെ ഇടയൻ, കുറവില്ലൊന്നും എനിക്കിവിടെ. അവന്റെ ഭവനത്തിൽ ഞാനെന്നും വാഴും, അവനോടൊത്തു ഞാൻ നടന്നിടും. അവന്റെ ഭവനത്തിൽ ഞാനെന്നും വാഴും, അവനോടൊത്തു ഞാൻ നടന്നിടും. നാഥനെന്നെ ബലപ്പെടുത്തിയിടും, അവിടുന്നെന്നെ നയിച്ചിടും. നാഥനെന്നെ ബലപ്പെടുത്തിയിടും, അവിടുന്നെന്നെ നയിച്ചിടും. മരണത്തിൽ തണുത്ത താഴ്വരയിലും ഭീതിയില്ല എനിക്കൊരു നാളും. മരണത്തിൽ തണുത്ത താഴ്വരയിലും ഭീതിയില്ല എനിക്കൊരു നാളും. ഭീതിയില്ല എനിക്കൊരു നാളും. കർത്താവെന്നും എന്റെ ഇടയൻ, കുറവില്ലൊന്നും എനിക്കിവിടെ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ, സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകും, സകലത്തിന്റെയും നാഥായ നയിക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുടേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ബലവാനേ, പരിപാലനാം അമർത്യനേ, നിൻ കൃപകൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 23-ാം അധ്യായം 33 മുതൽ 44 വരെ വചനങ്ങൾ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കൂടാരത്തിരുന്നാൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, 7-ാം മാസം 15-ാം ദിവസം മുതൽ 7 ദിവസത്തേക്ക് കർത്താവിന്റെ കൂടാരത്തിരുന്നാളാണ്. ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 8-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം. ഇത് ആഘോഷത്തോടു കൂടിയ സമ്മേളനമാണ്. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതും ആയ കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണിവ. കർത്താവിന്റെ ശാപത്തിനും കർത്താവിന് നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സ്വാഭിഷ്ട ബലികൾക്കും പുറമെയാണ് ഇവ. 7-ാം മാസം 15-ാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിന് ശേഷം 7 ദിവസം നിങ്ങൾ കർത്താവിന് ഒരു തിരുനാൾ ആചരിക്കണം. ആദ്യ ദിവസവും 8-ാം ദിവസവും സാബത്തായിരിക്കണം. 1-ാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയോലയും ഇലതൂർന്ന ചില്ലകളും ആറ്റരളി കൊമ്പുകളും എടുക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിച്ച് ആഹ്ലാദിക്കണം. വർഷം തോറും 7 ദിവസം കർത്താവിന് തിരുനാളായി ആഘോഷിക്കണം. നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത്. 7-ാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകൾ പ്രഖ്യാപിച്ചു. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യൻകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന് 12-ാം അധ്യായം 14 മുതൽ 21 വരെ വാക്യം. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഇതാ ഞാൻ 3 പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായിരിക്കുകയില്ല. എന്തെന്നാൽ ഞാൻ കാക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളതല്ല. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്തോറും നിങ്ങൾ എന്നെ കുറച്ചു മാത്രമാണ് സ്നേഹിക്കുന്നത്. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല എന്നു നിങ്ങൾ സമ്മതിക്കുമെങ്കിലും നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ? തിത്യോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു. അവന്റെ കൂടെ ആ സഹോദരനെയും അയച്ചു. തിത്തോസ് നിങ്ങളെ കബളിപ്പിച്ചില്ലല്ലോ. ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത്, ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത്. ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നെന്നാണ് ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭ്യുന്നതത്തിന് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചത്. ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണയും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ ഞാൻ കണ്ടെത്തുന്നത്. ഞാൻ വീണ്ടും നിങ്ങളുടെ ഇടയിൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുൻപിൽ എളിമപ്പെടുത്തുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും
പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ, ഇരുളകറ്റിടും വെളിച്ചം, മുറിയുടക്കിടുന്ന തൈലം, സുവിശേഷമാകുന്നതാലും ലോകത്തിലേക്കുവാൻ പോകാം, സുവിശേഷമാകുന്നതാലും ലോകത്തിലേക്കുവാൻ പോകാം. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 16, 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദുരബ്രാഹത്തിന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നി ജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്കു കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. പ്രിയപ്പെട്ടവരെ, 1-ാം വായന നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് തിരുനാളുകളുടെ പൊരുളുകൾ വെളിവാക്കി തരികയാണ്. വളരെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി തരുന്നത് ഇസ്രായേല് കടന്നു പോകുന്ന നാളുകള്, കൂടാരങ്ങളിൽ വസിച്ച നാളുകള് ഒക്കെ ഒന്ന് ഓർത്തിട്ട ഈ തിരുനാൾ അനുഭവത്തിലൂടെ ദൈവം തങ്ങളെ വിമോചിപ്പിച്ചതിന്റെ ചരിത്രമൊക്കെ അനുസ്മരിച്ച ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് പൂർണ്ണമായും തിരിച്ചു വരിക. അപ്പൊ തിരുനാളുകളുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം ഇതാ ദൈവത്തിങ്കിലേക്ക് മടങ്ങുകയാണ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങുന്നതോടൊപ്പം തന്നെ സഹോദരങ്ങളിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനമാണ്
തിരുനാളുകളിലൂടെ തരുന്നത്. അതാണല്ലോ വിശുദ്ധ നാളുകൾ, തിരുനാളുകൾ ഒക്കെ നമുക്ക് തരുന്നത്. കൂടാരങ്ങളിൽ വസിച്ച കാലങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം മാത്രം സംരക്ഷണമായിരുന്ന ഒരവസ്ഥ. ശരിക്കും ഒരു ലാസർ അനുഭവത്തിൽ ഇസ്രായേൽ മുഴുവൻ നീങ്ങിയ കാലങ്ങൾ ഓർക്കാൻ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുസ്മരണങ്ങൾ ഏറെ നല്ലതാണ്. ഇന്നലകളിൽ ദൈവം ചെയ്ത വലിയ കാര്യങ്ങളാണ്. ഒപ്പം നാം കടന്നു പോകുന്ന വഴികളിൽ നമ്മുടെ നിസ്സാരതയും നിസ്സഹായതയും ഒക്കെ തിരിച്ചറിയണം. ദൈവം മാത്രം സംരക്ഷകനായിട്ടുണ്ടായിരുന്നത്, ദൈവം പരിപാലകനായിട്ടുണ്ടായിരുന്നത്, ദൈവം വഴി നടത്തിയ അനുഭവങ്ങൾ നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ, ജനിച്ച നാളുകൾ മുതൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള ജീവചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്നും കർത്താവിന്റെ കൂടെ ആകാനുള്ള കാരണങ്ങള്, സാഹചര്യങ്ങള് കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ ആനന്ദത്തോടെ നമ്മൾ നിയമാവർത്തന പുസ്തകം ഓർമ്മിപ്പിച്ചതാണ്, ആനന്ദത്തോടെ അവിടത്തോടു കൂടെ ആയിരിക്കുക, ആഹ്ലാദത്തോടെ അവിടത്തോടു കൂടി ആയിരിക്കുക, അവിടത്തോടു കൂടി ആയിരിക്കുന്നതിന്റെ ആത്മസന്തോഷം അനുഭവിക്കാനുള്ള ആഹ്വാനം. ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസിലെ സഭയിലേക്ക് അദ്ദേഹം വീണ്ടും സന്ദർശിക്കാനായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കുറെ ആകുലതകളാണ്. ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ചു സ്വീകരിച്ച വിശ്വാസ സമൂഹമായിട്ട് മുന്നേറുമ്പോഴും അവരുടെ ഉള്ളിലുണ്ടാകുന്ന വൈവിധ്യമാർന്ന നിഷേധാത്മകമായ സമീപനങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്, തിരുത്താനായിട്ട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഇടയിൽ അസൂയയും സ്പർദ്ധയും അപവാദവും അങ്ങനെയുള്ള തിന്മകളുടെ ലിസ്റ്റൊക്കെ ഇടുകയാണ്. ഒട്ടും ഭൂഷണമല്ല ക്രൈസ്തവ സമൂഹത്തിനെന്ന് ഓർമ്മിപ്പിച്ചു തരികയാണ്. തിരുത്തലുകൾക്കുള്ള ആഹ്വാനമുണ്ട്. തന്റെ തന്നെ സുവിശേഷ വേലയെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും അവിടെയും നമ്മുടെ കർത്താവ് ഈ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തി തരുന്നത്, നമ്മുടെ ഇടയിൽ കർത്താവിന് അനുയോജ്യമല്ലാത്ത എന്തെങ്കിലും ഭാവങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ തിരുത്തി പൂർണ്ണമായും കർത്താവിലേക്ക് തിരിച്ചു വരാൻ. സുവിശേഷം നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഈശോ തരികയാണ്. നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ധനവാന്മാരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പടിവാതിക്കൽ കിടക്കുന്നവരെ കാണാനായിട്ട്, കണ്ണു തുറക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാവരും സമ്പന്നരാണ് എന്നുള്ള തിരിച്ചറിവ്. കഴിഞ്ഞ ദിവസം മേരി ഇങ്ങനെ കത്തൊക്കെ എഴുതിയ കാര്യമൊക്കെ പറയുന്നത്, നമ്മൾ ഇതുവരെ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് എഴുതാനായിട്ട് കഴിയാത്തവരുണ്ട്. അപ്പോ അത്ര സ്വാധീനവും അതൊക്കെ ഒരു പവർ തന്നെയാണ്. അത് പരിഗണിക്കപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗൗരവമായ സമ്പന്നതകൾ, നമ്മൾ വിചാരിക്കാത്ത പല സമ്പന്നതകളും നമ്മുടെയൊക്കെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ സമ്പന്നതകൾ എന്താണെങ്കിലും അത് അവരവർക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ, അത് എനിക്ക് വേണ്ടി മാത്രമല്ല അവരവർക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഓർമ്മപ്പെടുത്തലുകളെ ഇന്ന് തിരിച്ചറിയുകയാണ് സുവിശേഷത്തിലൂടെ. നമ്മുടെ പടിവാതിക്കൽ കഴിയുന്ന ഓരോരുത്തരെയും, അത് ചിലപ്പോൾ നമ്മളിങ്ങനെ കഥയൊക്കെ, ഇത് വെറും കഥയല്ല, വളരെ കാര്യമായ മാത്രം പ്രസക്തമായ ഒത്തിരി കാര്യങ്ങൾ, വളരെ ഗൗരവമായ ഒത്തിരി കാര്യങ്ങളാണ് ഈശോ ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പടിവാതുക്കലിൽ കിടക്കുന്ന എല്ലാവരെയും, അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ രൂപത്തിലാകാം, സഹോദരങ്ങളുടെ രൂപത്തിലാകാം, മക്കളുടെ രൂപത്തിലാകാം, മാതാപിതാക്കളുടെ രൂപത്തിലാകാം, പങ്കാളിയുടെ രൂപത്തിലാകാം, ശുശ്രൂഷ വേദികൾ തന്നെയാകാം. ലാസർ അനുഭവത്തിൽ കഴിയുന്ന എല്ലാത്തിനെയും കാണാനും അതിനോട് പ്രത്യുത്തരിക്കാനും ഇന്നിൽ നമുക്ക് സാധിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. സുവിശേഷത്തിൽ ഈശോ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. പിന്നീട് നന്നാക്കാൻ നോക്കിയാലും ശരിയാക്കാൻ നോക്കിയാലും നടക്കില്ല എന്നുള്ള വളരെ ഗൗരവമായ ഓർമ്മപ്പെടുത്തലും. ഇന്നില് ഇതാ നമുക്കുള്ള പ്രവാചകന്മാരെ, നമുക്കിന്ന് കിട്ടുന്ന പ്രബോധനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ആഹ്വാനമുണ്ട്. മരിച്ചവൻ വന്ന് പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കുകയില്ല. ഇതാ മരിച്ചവൻ ഉദ്ധാനം ചെയ്തു, അതാണ് ഈശോ തന്നെ. അപ്പോ അതിന്റെ അപ്പുറം നമുക്ക് സാക്ഷിയൊന്നും കിട്ടാനില്ല. സോ നമുക്ക് ഇന്നിൽ കിട്ടുന്ന എല്ലാ പ്രചോദനങ്ങളോടും പ്രത്യുത്തരിച്ചുകൊണ്ട് ഇന്നിൽ നമുക്ക് ചെയ്യാവുന്ന എല്ലാ നന്മകളും ചെയ്തു, പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ ആവശ്യങ്ങളും അവസ്ഥകളും കണ്ടറിഞ്ഞ് പ്രത്യുത്തരിച്ച് ഇവിടെ സ്വർഗത്തിന്റെ അനുഭവത്തിൽ ജീവിച്ച് ഭൂമിയെ സ്വർഗീയമാക്കുവാനുള്ള ആഹ്വാനം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ. കർത്താവ് നമ്മളെ നടത്തിയ വഴികളെല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവത്തോടും
സഹോദരങ്ങളോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവരാകുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഇടയിൽ അതിന് വിരുദ്ധമായിട്ട് കടന്നു വരുന്ന എല്ലാ ശൈലികളെയും ഭാവങ്ങളെയും രീതികളെയും തിരുത്തിക്കൊണ്ട് കർത്താവിനും മനുഷ്യർക്കും സ്വീകാര്യരായ രീതിയിൽ ഈ ദിവസത്തെ ക്രമപ്പെടുത്തുവാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് ഈ വിശുദ്ധ വരിയിൽ തുടർന്ന് പങ്കുചേരാം. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് ഈ പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും എന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും അതിരൂപത മെത്രാപ്പൊലീത്തൻ വികാരി മാറാന്റണി കരിയൽ മെത്രാപ്പൊലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏക സത്യവിശ്വാസത്തിൽ അവരെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, സ്ത്രീയന്മാരും പ്രവാചകന്മാരുമാവുന്ന അടിസ്ഥാനത്തിൽ മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് അനുസൃതമായി സുവിശേഷകാരം ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകി കളയട്ടെ. കണ്ണുകളടച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നലകളിൽ നീ ഞങ്ങളെ നടത്തിയ വഴികളെയൊക്കെ ഞങ്ങളെ അനുസ്മരിക്കുകയാണല്ലോ. കൂടാരങ്ങളിൽ കഴിയുന്ന ഓർമ്മകളോ അയവിറക്കുവാൻ
ഇസ്രായേലിനെ അങ്ങ് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവചരിത്രത്തിൽ അങ്ങ് ഇടപെട്ടിട്ടുള്ളത്, അങ്ങ് പരിപാലിച്ചിട്ടുള്ളത്, അങ്ങ് നയിച്ചിട്ടുള്ളതെല്ലാം അനുസ്മരിക്കുകയാണ്. കൃതജ്ഞതയോടെ നിന്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുകയാണ്. കൂടാരാനുഭവങ്ങളാ ഞങ്ങൾക്കിവിടെ ഈ ഭൂമിയിൽ സ്ഥായിയായി ഒന്നുമില്ലെന്നും സ്ഥിരമായിട്ടുള്ളതെല്ലാം നീ മാത്രമാണെന്നും തിരിച്ചറിയാനുള്ള ഓർമ്മപ്പെടുത്തൽ. ഞങ്ങളുടെ നിസ്സാരതയും സഹായതയും തിരിച്ചറിഞ്ഞ് നീ ഞങ്ങളെ പരിപാലിക്കുന്നത് തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്കുള്ളതെല്ലാം നിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ് നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ മഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കുമായി പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കി സ്വാർത്ഥതയും വിധിവാചകങ്ങളും അധിക്ഷേപങ്ങളും അപവാദങ്ങളും അനിഷ്ടങ്ങളെല്ലാം ഉപേക്ഷിച്ച നീ ആഗ്രഹിക്കുന്ന നൈർമല്യത്തോടെ നിന്നെയും നീ എല്ലാവരെയും ഈ ജീവിതത്തെയും സ്നേഹിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഇന്ന് അങ്ങുണർത്തണമേ. രോഗികളായി കഴിയുന്നവരെയും നിസ്സഹായതയിൽ നേറുന്നവരെയും കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളിൽ നീങ്ങുന്നവരെയും എല്ലാം സമർപ്പിച്ചും പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ കരങ്ങളിൽ സകലതും സമർപ്പിച്ചുകൊണ്ട് അവിടുത്തേതാണ് സർവ്വതും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ ജീവിതങ്ങളെ പുനഃക്രമീകരിക്കുവാൻ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവഭരണത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു സ്തുതിക്കാം. നീ ആഗ്രഹിക്കുന്ന പോലെ ജീവിതങ്ങളെ പുനഃക്രമീകരിക്കട്ടെ. തിരിച്ചേണ്ടത് തിരുത്തട്ടെ, ക്ഷമിക്കേണ്ടത് ക്ഷമിക്കട്ടെ, പങ്കുവയ്ക്കട്ടെ. കർത്താവേ, നീ ആഗ്രഹിക്കുന്ന പോലെ വിശാലതയോടെ ഞങ്ങൾ വ്യാപരിക്കട്ടെ. ദൈവമാതാവാം കന്യ മേരിയേ സ്നേഹമോ തോർത്തിടാ അൾത്താരയിൽ ദിവ്യവല്ലഭനേ വിനയമോട് മാറ്റിനാം അൾത്താരയിൽ ഭാരതത്തിൻ സ്ലീഹായ മാർത്തോമ സാദരം ഞങ്ങൾ നിന്നെ വാഴ്ത്തിയിടുന്നു. സ്നേഹന്മാരേ ധന്യ രക്തസാക്ഷികളെ ശാന്തി ഭൂവിനു കൈവരാൻ പ്രാർത്ഥിക്കണമേ. വൃത്തിയടഞ്ഞവരാനന്ദ മഹിമയോടെ ദിവ്യ സന്നിധിയാൽ കാന്തി അണിഞ്ഞിടേണം. കാരുണ്യവാനായ ലോകരക്ഷകനേ നിത്യശാന്തി അവർക്കു നീ നൽകണം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സകല എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ അവിടുന്ന് സത്യത്തിലുള്ള സത്യവും പിതാവിനോടുള്ള സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പീഡകൾ സഹിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് പിതാവിനെ ജീവിക്കുന്നവരെ ജീവിക്കുവാൻ അവിടുന്ന് വീണ്ടും
പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജ്ഞാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തിനായുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിനെ വരികയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. സകലത്തെ നാഥനായ ദൈവം തന്റെ വിഷ്ണു നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയതാനും തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെ വിശേഷ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും വിശുദ്ധിയോടും കൂടെ കർത്താവിന്റെ ദിവരയോട് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുമേ. ഭയഭക്തിപരമായ രഹസ്യങ്ങൾ ഉദാ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥ വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവാം മിശിഹാതൻ കാരുണ്യവും ആദനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തിയിടുവിൻ. സ്വർഗചിന്തകളാൽ മനസ്സുകൾ നിറച്ചിടുവിൻ. അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ, അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ, ഹൃദയവേദികൾ തുറന്നങ്ങെ വിളിക്കുന്നു ഞങ്ങൾ. ദിവ്യസന്നിധിയിൽ ചിന്തകളുയർത്തുന്നു. ലോകനായകനാം ഈശനു ബലിയണയ്ക്കുന്നു. ജീവിതം പരമനാഥനു കാഴ്ച വയ്ക്കുന്നു. സത്യമായതു മനുഷ്യനു കടമയല്ലോ, ഭക്തിയോടു ഹിതമായതു ചെയ്തിടേണം. സത്യമായതു മനുഷ്യനു കടമയല്ലോ, ഭക്തിയോടു ഹിതമായതു ചെയ്തിടേണം. സമാധാനത്തോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ചിന്തകളെയും എല്ലാവിധത്തിലുള്ള അശുദ്ധിയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്നും വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും
ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായി തിരുക്കർമ്മം പ്രത്യാശാപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. സകല മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന ഞങ്ങളും ഉയർന്ന സ്വരത്തിൽ അങ്ങേ പാടി സ്തുതിക്കട്ടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ണലവും നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ണലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. തന്റെ സർവസമ്പന്നതകളും ഉപേക്ഷിക്കുന്ന കർത്താവിനെയാണ് നാം കാണുന്നത്. ദാസന്റെ രൂപം സ്വീകരിക്കുക, തന്റെ ശരീരവും തനിക്കുള്ള സർവ്വതും അവസാനത്തുള്ള രക്തം വരെയും നൽകിക്കൊണ്ട് അവരന് ജീവന്റെ സമൃദ്ധി നൽകുവാൻ അദ്ഭുതമായവന്റെ അനുഭവത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് അവിടത്തോടുകൂടി ആയിരിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചോ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടോ അരുൾ ചെയ്തു. ഇതോ പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. അപ്രകാരം തന്നെ കാസയും എടുത്ത കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു.
നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ അങ്ങ് മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെയും അതിരൂപതയുടെയും അധ്യക്ഷനായ മേജർ ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, അതിരൂപത മെത്രാപ്പൊലീത്ത വികാരിമാർ ആന്റണി കരിക്ക് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും, കരിസ്മാറ്റിക് കമ്മീഷൻ പിതാക്കന്മാർക്ക് വേണ്ടിയും, മറ്റെല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും, പുരോഹിതന്മാർ, സന്യാസികൾ, പുരോഹിതാർത്ഥികൾ, സന്യാസാർത്ഥികൾ, ഏകസ്ഥർ, വിവാഹിതർ, ആത്മായ പ്രേക്ഷിതർ, മറ്റ് സമർപ്പിത ശുശ്രൂഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ആരോഗ്യ പ്രവർത്തകർ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകമായ ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രതിദിനമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി കർത്താവേ, രോഗികളോ അവരെ പരിചരിക്കുന്നവർ, പ്രത്യേകിച്ചും ചികിത്സകൾക്കുള്ള സൗകര്യങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളോ, ചികിത്സിക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളോ, കർത്താവേ, ആശുപത്രികളിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടവരാണ്, നിർബന്ധമായിട്ടും ക്വാറന്റൈനിലൊക്കെ പ്രവേശിച്ചിരിക്കുന്നവർ, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർ, കർത്താവേ, ഞങ്ങളുടെ നാടിന്റെ പ്രത്യേകമായ അവസ്ഥകളെ നിന്റെ തൃക്കരങ്ങളിലേക്ക് നൽകുക. ഞങ്ങളുടെ രാജ്യത്തെയും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടിയൊക്കെ ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ നീറുന്ന പ്രശ്നങ്ങളിൽ നീങ്ങുന്നവരോ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരോ, ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടവരോ, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നവരോ, ആരോടും ഒന്നും പറയാൻ പറ്റാതെ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നവർ, ഒരു വീടിന് വേണ്ടി അന്ന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള അധ്വാനങ്ങളിൽ കർത്താവെ നിന്നെ ആശ്രയിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുന്നു. നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട്, എല്ലാവരുടെയും വിങ്ങലുകളും തേങ്ങലുകളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി അവിടുത്തെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും മുഴുവൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഞങ്ങളുടെ ഇടയിലുള്ള രോഗികളെ ആശ്വസിപ്പിക്കണമേ. കുഞ്ഞുങ്ങളെ നീ ആശീർവദിക്കണമേ. പ്രത്യേകമായി എല്ലാവർക്കും വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ലാസർ എങ്ങനെ ലാസറായി എന്ന് എല്ലാവരും അന്വേഷിക്കുന്നു. ഇന്നിൽ നമ്മുടെ മുമ്പിലുള്ള ലാസറിനെ ഇതാ ഉള്ളത് വെച്ച് അവരെ കണ്ണു തുറന്ന് കണ്ട് അവരെ പരിചരിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. കർത്താവേ, ചിലപ്പോഴെങ്കിലും ഒക്കെ ഞങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നു. ഞങ്ങളിങ്ങനെ ഹിസ്റ്ററികളൊക്കെ അന്വേഷിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തവരായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ചും ദളിത് ക്രൈസ്തവർക്ക് വേണ്ടി ഞങ്ങൾ നിന്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു. നീ ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധിയോടെ, നീ ആഗ്രഹിക്കുന്ന പോലെ പങ്കുവയ്ക്കലോടെ, നീ ആഗ്രഹിക്കുന്ന തുറവിയോടെ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും വ്യാപരിക്കട്ടെ. ആരെയും ചൂഷണം ചെയ്യാനോ കബളിപ്പിക്കാനോ അല്ല കർത്താവെ. അങ്ങനെയുള്ള ഏതെങ്കിലും പ്രവണതകളുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുവാനും ഇന്ന് വിശുദ്ധ സ്ലീഹ തന്നെ ഓർമ്മപ്പെടുത്തിയാണ്. കർത്താവെ, നിന്റെ മുമ്പിൽ വിശുദ്ധിയോടും ന്യായമല്യത്തോടും കൂടി എല്ലാവരും വ്യാപരിക്കട്ടെ. ഞങ്ങൾ പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും വിലമതിച്ചും ശ്രേഷ്ഠരായി കരുതിയും നീ ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ചരിക്കട്ടെ. അതിനായി നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ എല്ലാവരെയും ഉണർത്തി നിർത്തട്ടെ. കർത്താവായ ദൈവമേ,
അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന അങ്ങദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു നിന്നെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ പൂജനത്തിനും മരിച്ചയുടെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ചു സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ ഇടയനാ നമ്മുടെ മരുഭൂമിൽ മഞ്ഞ ഒഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി. മരുഭൂമിൽ മഞ്ഞ ഒഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി. തന്റെ ജനത്തോട് ജീവനായി തീർന്നവൻ ഇന്നും വസിക്കുന്നീ കൂദാശയിൽ. തന്റെ ജനത്തിന് ജീവനായി തീർന്നവൻ ഇന്നും വസിക്കുന്നീ കൂദാശയിൽ. ഇന്നും വസിക്കുന്നീ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അവെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ മൂല്യമായ ശരീരരക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തോടെ സ്ഥലത്തോടെ അപരാധികളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരൻ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാലത്തിന്റെ നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഏകമനസായി ദിവ്യരഹസ്യം നിതരാം ഉൾക്കൊള്ളാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ആത്മാവിൻ പരിരക്ഷണമതിനി ദിനവും തിരുമയും. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ
യൗവനത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ ജീവിതത്തിന്റെ പടിവാതിക്കലുള്ളവർ ആരൊക്കെയാണെന്ന് ഈശ്വരമെങ്കിലും നോക്കാം. അത് മാതാപിതാക്കളാകാം, പങ്കാളിയാകാം, സഹോദരങ്ങളാകാം, കുഞ്ഞുങ്ങളാകാം, ആരുമാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഈ പടിവാതിക്കൽ അവരെ ഇട്ടേക്കാനല്ല, നമ്മളോടൊപ്പം ഇതാ ദൈവസന്നിധിയിൽ ഒരുപോലെ തുല്യതയോടെ ദൈവമക്കൾക്കടുത്ത ആ തുറവിയോടുകൂടി സകലരെയും സ്വീകരിക്കാനും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും പങ്കുവയ്ക്കാനും ഇതാ ഞാൻ അകത്ത് ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് ആഘോഷിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വാതുക്കലായിപ്പോയെങ്കിൽ കർത്താവ് ഇന്ന് തിരുത്താൻ ആവശ്യപ്പെടുകയാണ്. അവൻ അങ്ങനെ ആയിപ്പോയി എന്നതിനെ കുറിച്ച് ചിലപ്പോൾ എൻ്റെ തന്നെ നിഷേധത്തിന്റെ ഫലമായിട്ടാണ് അവൻ പടിവാതുക്കലായിപ്പോയത്, അവൾ പടിവാതുക്കലായിപ്പോയത്. ആരെയും പടിവാതുക്കലിൽ കിടത്തിയിട്ട് കടന്നു പോകാനല്ല, ഇതാ ചേർത്ത് ദൈവം തന്ന എല്ലാവരെയും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, നല്ലവനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരത്തിൽ നിന്ന് മിശിഹായി നമുക്ക് വാഴ്ത്താം. നമ്മെ ജീവിക്കുന്ന കർത്താവ് മിശിഹായുടെ കൃപാവനും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകപ്പെടട്ടെ. കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായി വർദ്ധിക്കുവാൻ ഈ ദിവ്യകുദാശ നമ്മെ ശക്തരാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടം പ്രവർത്തിക്കും നിത്യജീവനും കാരണം. മിശിഹായുടെ ശരീരവും രക്തവും കടം പ്രവർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. യേശുവിനെ പോലെയാകണം, എനിക്ക് യേശുവിനെ പോലെയാകണം. നാടുനീളെ നന്മ ചെയ്തു പോയ നാഥനാ, യേശുവിനെ പോലെയാകണം, യേശുവിനെ പോലെയാകണം. എനിക്ക് യേശുവിനെ പോലെയാകണം. നാടുനീളെ നന്മ ചെയ്തു പോയ നാഥനാ, യേശുവിനെ പോലെയാകണം. ജനതതിമേ അലിവ് തോന്നി അപ്പമേകിയോ, രോഗികളെ കൈപിടിച്ച് സൗഖ്യമാക്കിയോ. ജനതതിമേ അലിവ് തോന്നി അപ്പമേകിയോ,
രോഗികളെ കൈപിടിച്ച് സൗഖ്യമാക്കിയോ, പാപികളിൽ കരുണ കാട്ടി രക്ഷ നൽകിയോ. യേശുനായകൻ ജീവദായകൻ, യേശുവിനെ പോലെയാകണം, എനിക്കേശുവിനെ പോലെയാകണം. നാടുനീളെ നന്മ ചെയ്തു പോയ നാഥനാ, യേശുവിനെ പോലെയാകണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന സുത്തരവും പരിശുദ്ധവും ജീവിതായവും ദൈവമായ ദേശങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുക യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിനോ ഞങ്ങൾ അങ്ങേക്കു നന്ദി പറയുന്നു. അവർ നിന്യമായ ദാനത്തെ കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടെ അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവിന്റെ ആശീർവാദം അനുഗ്രഹവും നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളുടെ മേലും ആവശ്യങ്ങളുടെ മേലും അവസ്ഥകളുടെ മേലും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകൾ തുറക്കപ്പെടട്ടെ, കൺമുമ്പിലുള്ളവരെ കാണാൻ കർത്താവേ, നീ കാണുന്നത് പോലെ കാണാൻ, നിന്റെ മനസ്സോടെ ഇടപെടാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചാലപിച്ചതുപോലെ നിന്നെ പോലെ ഞങ്ങളായിത്തീരട്ടെ. അതിനായി ഞങ്ങളുടെ മനസ്സും ഹൃദയവും ചിന്തകളും ശൈലികളുമെല്ലാം നിന്റെ ദിവ്യ സാന്നിധ്യത്താൽ ഈ സമയം രൂപാന്തരപ്പെടുത്തണമേ. ദിവസങ്ങളിൽ ജന്മദിനം ആഘോഷിക്കുന്നവരാ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവരാ, കുഞ്ഞിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരാ, വിവിധ ചികിത്സകൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാ, വീടിനു വേണ്ടിയും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും അന്വേഷണം നടത്തുന്നവരോ, ഉപരിപഠന സാധ്യതകൾ ആരായുന്നവരാ, വഴിയൊന്നും കണ്ടെത്താതെ വിഷമിച്ചു കൊണ്ട് നിൽക്കുന്നവരാ, കർത്താവേ, കുടുംബത്തിലെ നീറുന്ന പ്രശ്നങ്ങളിൽ വിങ്ങുന്നവരാ, എന്റെ ആശീർവാദവും അനുഗ്രഹവും ആശ്വാസവും തേടുന്നു. മാമോദീസ വഴി ദൈവിക ജീവനിൽ നമ്മെ പങ്കുകാരാക്കുകയും വചനത്താലും ദിവ്യ രഹസ്യങ്ങളാലും നമ്മെ സമ്പന്നരാക്കുകയും ചെയ്ത കർത്താവും രക്ഷകനുമായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവിടുന്ന് നമ്മെ ശക്തരാക്കട്ടെ. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായ ജീവിതം നയിച്ചോ സഭയെയും സമൂഹത്തെയും സമ്പന്നമാക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനത്താലും ശരീരരക്തങ്ങളാലും പരിപുഷ്ടരായ നമ്മെ ദൈവീക ജീവന്റെ പൂർണ്ണതയിലേക്ക് അവിടുന്ന് നയിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. അവരുടെ പ്രയത്നങ്ങൾ അവരുടെ ശുശ്രൂഷ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, ആവേ ആവേ
ആവേ മരിയ മാമകത്തിനാതിൽ സ്വന്തം അമ്മേ ഓ മേരി നമ്മെ കൺപാട്ടേ ആവേ 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 മരിയ ആവേ 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 മരിയ